അവരുടെ ഉദ്ധാരണത്തിന് വേണ്ടി മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ജനപ്രതിനിധികളും ഉണ്ട്. ഭരണകൂടവും ജനപ്രതിനിധിയും ആ ഒരു തരത്തിൽ ആവാൻ പാടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുഴുവൻ ജനങ്ങളെയുമാണ് പ്രതിനിധാനം ചെയ്യുന്നത്. പിന്നിട്ട 4.5 വർഷം ദുരിതങ്ങളും ദുരന്തങ്ങളും നമ്മളെ തേടി വന്ന കാലയളവ് കൂടിയായിരുന്നു. നൂറ്റാണ്ടിലൊരിക്കൽ സംഭവിക്കുന്ന പ്രളയം 2018 നമ്മളുടെ സംസ്ഥാനത്തെ വെള്ളത്തിനടിയിലാഴ്ത്തിയത്. 10,000-കണക്കിന് വീടുകളിലേക്ക് വെള്ളം കയറി. ലക്ഷക്കണക്കിന് മനുഷ്യർ വെള്ളം കയറിയ വീടുകളിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം ജീവനും കൊണ്ടോടി. വൃദ്ധരെയും കുട്ടികളെയും തോളിലേന്തി വെള്ളം കയറാത്ത ദിക്കുകളിൽ അവരെത്തി. അവരന്താളിച്ച് നിൽക്കവേ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരുടെ കൈപിടിച്ച് കേരളത്തിലെ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അവരെ അഭയാർത്ഥി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് വഴി നടത്തി. ആ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അവർക്ക് എല്ലാ സൗകര്യങ്ങളും സർക്കാർ ചെയ്തു കൊടുത്തു. അവർക്ക് ഭക്ഷണം നൽകി, വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകി, കിടന്നുറങ്ങാൻ സംവിധാനങ്ങൾ ഒരുക്കി. ദിവസങ്ങളും ആഴ്ചകളുമാണ് സർക്കാരിന്റെ മേൽനോട്ടത്തിലുള്ള റിലീഫ് ക്യാമ്പുകളിൽ, ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ കഴിഞ്ഞുകൂടിയത്. ദിവസങ്ങൾ പിന്നിട്ടപ്പോ ഓരോരുത്തരുടെയും വീടുകളിൽ നിന്ന് വെള്ളം ഇറങ്ങി എന്ന് അറിഞ്ഞയുടൻ അവരവരുടെ വീടുകളിലേക്ക് പോകാൻ വേണ്ടി ശ്രമങ്ങൾ തുടങ്ങി. അപ്പോഴാണ് വെള്ളം കയറിയതിനെ തുടർന്ന് വീട് മുഴുവൻ ചെളി കെട്ടിക്കിടക്കുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. സഖാവ് പിണറായി വിജയന്റെ പതിവ് വാർത്താ സമ്മേളനങ്ങളിൽ ആ പ്രശ്നവും അഭിമുഖീകരിക്കപ്പെട്ടു. അദ്ദേഹം തദ്ദേശ സ്ഥാപനങ്ങളോടും കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സർക്കാരിന്റെ സംവിധാനങ്ങളോടും സന്നദ്ധ പ്രവർത്തകരോടും വീടുകളിൽ കെട്ടിക്കിടക്കുന്ന ചെളി നീക്കം ചെയ്യുന്നതിന് ഓരോ വീട്ടുകാരെയും സഹായിക്കണം എന്ന് ആവശ്യപ്പെട്ടു. ഇതേ തുടർന്ന് മണിക്കൂറുകൾക്കുള്ളിൽ ചെളി നിറഞ്ഞിരുന്ന വീടുകളിൽ നിന്ന് ചെളി അപ്രത്യക്ഷമായി. റിലീഫ് ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ അവരവരുടെ വീടുകളിലേക്ക് തിരിച്ചു. അങ്ങനെ പോയ ആളുകളുടെ കയ്യിൽ ഒരു വലിയ കിറ്റ് സർക്കാർ കൊടുത്തിരുന്നു. ആ കിറ്റിൽ ഒരു വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട പാത്രങ്ങളും ഏതാണ്ട് ഒരു മാസത്തേക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളും ഉണ്ടായിരുന്നു. വെള്ളപ്പൊക്കത്തിൽ തകർന്ന മുഴുവൻ വീടുകളും പുനർനിർമ്മിച്ച് സർക്കാർ നൽകി. ഭാഗികമായി നഷ്ടം സംഭവിച്ചവർക്ക് ഭാഗികമായ നഷ്ടപരിഹാരം കൈമാറി. വെള്ളം കയറിയെന്ന് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയ മുഴുവൻ വീട്ടുടമസ്ഥന്മാർക്കും സാമ്പത്തിക സ്ഥിതി പോലും നോക്കാതെ 10,000 രൂപയുടെ ധനസഹായം ഓരോരുത്തരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സർക്കാർ ട്രാൻസ്ഫർ ചെയ്തു. സൗജന്യ റേഷൻ ആ സമയത്ത് ഗവൺമെന്റ് പ്രഖ്യാപിച്ചു, അത് നടപ്പിലാക്കി. വെള്ളപ്പൊക്ക സമയത്ത് ഒരു ഗവൺമെന്റ് എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതതിന്റെ പൂർണ്ണതയിൽ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ചെയ്തു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, വർഷങ്ങൾക്ക് മുൻപ് ആന്ധ്രാപ്രദേശിൽ നിന്നും മറ്റു പല ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ഒരു പ്രത്യേക കാലമായാൽ വെള്ളപ്പൊക്ക ദുരിതത്തിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് മനുഷ്യർ കേരളത്തിലേക്ക് വരുമായിരുന്നു. നമ്മളുടെ ഒക്കെ വീടുകളിൽ വന്ന് അവർ കൈനീട്ടി പറയും, ഞങ്ങൾക്ക്
ജീവിക്കാൻ മറ്റു മാർഗങ്ങളില്ല, ഞങ്ങളെ സംരക്ഷിക്കണം. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ചില്ലറ തുട്ടുകളും ചില്ലറ നോട്ടുകളുമായിരുന്നു അവരുടെ ജീവൻ നിലനിർത്തിയത്. അങ്ങനെ ഒരു ദുര്യോഗം, ഒരു മഹാപ്രളയം വന്നിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ സർക്കാർ ഉണ്ടാക്കിയില്ല. ഒരാളുടെയും മുന്നിൽ കൈനീട്ടി നിൽക്കേണ്ട ദുർഗതി മലയാളിക്ക് ഉണ്ടാക്കാതിരുന്നത് സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ ജാഗ്രതാപൂർണമായ പ്രവർത്തനത്തിന്റെ ഫലമായിരുന്നു എന്ന് നാം അറിയുക. 2020 കോവിഡ് എന്ന മഹാമാരി നമ്മളെ ഭീഷണിപ്പെടുത്തിയ ഘട്ടം, ലോകം മുഴുവൻ ഞെട്ടിത്തരിച്ചു നിന്നു. 10,000-കണക്കിന് മനുഷ്യരുടെ ജീവനെടുത്തു കൊറോണ വൈറസ്. അമേരിക്ക പോലും എന്ത് ചെയ്യണമെന്നറിയാതെ അന്താളിച്ചു നിന്ന സന്ദർഭത്തിൽ ഇന്ത്യ മഹാരാജ്യത്ത് ആദ്യത്തെ കോവിഡ് രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേരളത്തിലെ സർക്കാർ കേരളത്തിലെ ജനങ്ങളെ എങ്ങനെയാണ് പ്രതിരോധത്തിന്റെ പർവ്വം തീർത്ത് സംരക്ഷിച്ചത് എന്ന് കാലവും ചരിത്രവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു വലിയ മഹാപ്രളയത്തെ ജനങ്ങളെ ഒറ്റക്കെട്ടാക്കി നിർത്തി സഖാവ് പിണറായി വിജയൻ എങ്ങനെ നേരിട്ടുവോ സമാനമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിന്റെ അനിതര സാധാരണമായ നേതൃപാടവത്തിൽ COVID-19 പോരാട്ടവും കേരളം നടത്തി. കേരളത്തിലെ എല്ലാ സർക്കാർ ആശുപത്രികളും സടകുടഞ്ഞെണീറ്റു. ലക്ഷക്കണക്കിന് രൂപയാണ് കോവിഡ് രോഗം വന്നാൽ ചികിത്സയ്ക്ക് വേണ്ടി ചെലവാകുന്നത് എന്ന് പല സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വാർത്തകൾ പല പത്രങ്ങളിലും നാം കണ്ടു, വായിച്ചു. എന്നാൽ കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകൾ കോവിഡ് രോഗികളായി. അവരെ രോഗമുക്തരാക്കാൻ ഒരു പൈസ പോലും അവരിൽ നിന്ന് സർക്കാർ ഈടാക്കിയില്ല. 100 ക്വാറന്റൈൻ സെന്ററുകളും CFLTC സെന്ററുകളും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു. ആഴ്ചകളും മാസങ്ങളും അവിടെ ചെലവിട്ട ആളുകളുണ്ട്. അവർക്ക് ഭക്ഷണം നൽകി, മറ്റു സൗകര്യങ്ങൾ ഒരുക്കി. ഗവൺമെന്റ് ഒരു ചില്ലി പൈസ പോലും അവരിൽ നിന്നൊന്നും വസൂലാക്കിയില്ല. ഒരു സർക്കാർ ഇത്തരം ഒരു ഘട്ടത്തിൽ ചെയ്യേണ്ടതെന്തോ അതിന്റെ പെർഫെക്ഷനിൽ, പൂർണ്ണതയിൽ ചെയ്യാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് സാധിച്ചു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നമ്മളെല്ലാവരും മാസങ്ങളോളമാണ് വീടുകളിൽ അടച്ചിടപ്പെട്ടത്. സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ നമുക്ക് സമ്മതം കിട്ടിയത് മാസങ്ങൾക്ക് ശേഷമാണ്. നമ്മൾ വീടുകളിൽ അടച്ചിടപ്പെട്ട് കഴിഞ്ഞപ്പോ വലിയ ആശങ്കയോടെയാണ് കാര്യങ്ങളെ നമ്മൾ നിരീക്ഷിച്ചത്. വീട്ടിലെ അവസാനത്തെ നാഴി അരിയും അടുപ്പത്തിടുമ്പോ നമ്മളുടെ ഉമ്മമാരും അമ്മമാരും നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് മേൽപോട്ട് കണ്ണുയർത്തി അവരുടെ ആശങ്ക പങ്കുവച്ചു. ഇനി എന്ത്? ആരിനി സഹായിക്കും? ദൈവസഹായം പോലെ അവരുടെ വീടുകളിലേക്ക് സർക്കാരിന്റെ സൗജന്യ റേഷൻ എത്തി. 90 ലക്ഷം കുടുംബങ്ങൾക്കാണ് സൗജന്യ റേഷൻ ഗവൺമെന്റ് പ്രഖ്യാപിച്ച് വീടുകളിൽ അരി എത്തിച്ചു കൊടുത്തത്. റേഷൻ കടകളിൽ നിന്ന് അരി വിതരണം ചെയ്തു. അരി കൊണ്ട് മാത്രമായില്ല, പലചരക്ക് സാധനങ്ങളും ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ സർക്കാർ അന്ന് മുതൽ ഇന്ന് വരെ ഓരോ മാസവും പലചരക്ക് സാധനങ്ങൾ അടങ്ങുന്ന ഭക്ഷ്യക്കിറ്റ് റേഷൻ കടകളിലൂടെ സൗജന്യമായി വിതരണം ചെയ്യുകയാണ്. സാമ്പത്തികമായി ശേഷി കുറവുള്ള കുടുംബങ്ങൾക്ക് മാത്രമല്ല, പിന്നോക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്ക് മാത്രമല്ല, 90 ലക്ഷം കാർഡ് ഉടമകൾക്കും ഈ ആനുകൂല്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നു. കോവിഡിന്റെ ഭീഷണി അവസാനിക്കുന്നത് വരെ ഇത് തുടരും എന്ന് സഖാവ് പിണറായി വിജയൻ പ്രഖ്യാപിച്ചത് നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകും. ഒരു ഗവൺമെന്റ് ഇങ്ങനെ പെരുമാറിയതിന് തെളിവുകളുണ്ടോ? ലോകത്താകമാനം കോവിഡ് വന്നില്ലേ?
ഏതെങ്കിലും ഒരു സർക്കാർ ആ നാട്ടിലുള്ള മുഴുവൻ ജനങ്ങൾക്കും സാമ്പത്തിക ഏറ്റക്കുറച്ചിലുകൾ നോക്കാതെ, ജോലിയുണ്ടോ ഇല്ലയോ എന്ന് അന്വേഷിക്കാതെ മുഴുവൻ കുടുംബങ്ങൾക്കും സൗജന്യ ഭക്ഷണം നൽകി എന്നുള്ളത് ലോകത്ത് കേരളത്തിൽ മാത്രം സംഭവിച്ച ഒരു കാര്യമാണ്. അതിന് നേതൃത്വം നൽകിയ മുഖ്യമന്ത്രിയുടെ പേര് സഖാവ് പിണറായി വിജയൻ എന്നുള്ളതാണ് എന്ന് നാം മറന്നു പോകരുത്. UDF ഭരിക്കുന്ന സമയത്ത് 600 രൂപയായിരുന്നു ക്ഷേമ പെൻഷൻ. അവർ ഭരണത്തിൽ നിന്ന് പോകുമ്പോ 19 മാസത്തെ കുടിശ്ശിക ആക്കിയാണ് പോയത്. ആ 600 രൂപയുടെ 19 മാസത്തെ കുടിശ്ശിക ഈ ഗവൺമെന്റ് കൊടുത്തു തീർത്തു. 600 രൂപയിൽ നിന്ന് 1000 രൂപയായി പെൻഷൻ ഉയർത്തി. ഇന്നത് 1400 രൂപയാണ്. വരുന്ന ജനുവരി 1-ാം തീയതി മുതൽ 1500 രൂപയാക്കാൻ വേണ്ടി പോകുന്നു എന്ന് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എത്ര ആളുകൾക്കാണ് പെൻഷൻ കിട്ടുന്നത് എന്നറിയുമോ നിങ്ങൾക്ക്? ക്ഷേമ പെൻഷൻ 60,31,000 ആളുകൾക്ക് കേരളത്തിൽ 1400 രൂപ വെച്ച് ക്ഷേമ പെൻഷൻ കിട്ടുന്നു. ആകെ കേരളത്തിലെ വോട്ടർമാരുടെ എണ്ണം 2,75,00,000 കേരളത്തിലെ 6 പേരെ എടുത്താൽ അതിൽ ഒരാൾക്ക് സർക്കാരിന്റെ 1400 രൂപയുടെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ട്. നമ്മളുടെ നാട്ടിലെ വയോജനങ്ങൾ, നമ്മളുടെ മാതാപിതാക്കൾ, നമ്മളുടെ മുത്തച്ഛന്മാർ, നമ്മളുടെ വല്യുമ്മമാർ, വല്യുപ്പമാർ, അമ്മമ്മമാർ, അവരുടെ കയ്യിൽ 1400 രൂപ കിട്ടുമ്പോഴുള്ള സന്തോഷവും അവരുടെ മുഖത്തുള്ള ആ ഒരു തിളക്കവും ഉണ്ടല്ലോ, അത് ഇന്ത്യ മഹാരാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. വയോവൃദ്ധരായിട്ടുള്ള ആളുകൾ, വയോജനങ്ങൾ, അവരവരുടെ ജീവിതത്തിന്റെ അവസാനം വരെയും മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ജീവിതം ത്യജിച്ചിട്ടുള്ളവരാണ്. അവസാനത്തെ നാടിയും തളർന്നാലാണ് അവരൊരു ഭാഗത്തിരിക്കുക അല്ലെങ്കിൽ കിടക്കുക. നമ്മളുടെ പൂമുഖത്ത് നമ്മളുടെ പ്രായമായ രക്ഷകർത്താക്കൾ ഇരിക്കും. നമ്മൾ പോകുമ്പോൾ അവരൊരു പക്ഷേ നമ്മളോട് ചോദിച്ചേക്കും, മോനെ ഒരു 500 രൂപ വേണം, അല്ലെങ്കിൽ ഒരു 1000 രൂപ വേണം. നമ്മൾ 500 1000 കൊടുക്കും. കുറച്ച് കഴിഞ്ഞ് 2-3 ആഴ്ച പിന്നിട്ടാൽ അവരൊരു പക്ഷേ വീണ്ടും ചോദിച്ചേക്കും നമ്മളോട്, മോനെ അന്ന് തന്ന പൈസയൊക്കെ കഴിഞ്ഞു, ഒരു 500 കൂടി വേണം. അറിയാതെ നമ്മൾ ചോദിച്ചു പോകും അവരോട്, പാപ്പ നിങ്ങൾക്കല്ലേ കുറച്ച് മുമ്പ് പൈസ തന്നത്? അമ്മേ നിങ്ങൾക്കല്ലേ ഞാൻ 4 ആഴ്ച മുമ്പ് പൈസ തന്നത്? അതൊക്കെ തീർന്നോ? എന്തേ ചെയ്തത്? ആ ചോദ്യം കേൾക്കുമ്പോ മനസ്സ് പിടയാത്ത മാതാപിതാക്കൾ ഉണ്ടാവില്ല, കണ്ണുകൾ നിറയാത്ത വയോവൃദ്ധരുണ്ടാവില്ല. അങ്ങനെയുള്ള നിസ്സഹായരായ മനുഷ്യരുടെ കൈകളിലേക്കാണ് ഈ ഗവൺമെന്റ് 1400 രൂപ വെച്ചു കൊടുത്തുകൊണ്ട് പറയുന്നത്, ഇത് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ ആരോഗ്യമുള്ള കാലത്ത് നോക്കിയതിന് സർക്കാർ നൽകുന്ന സമ്മാനമാണ്. ഈ 1400 രൂപ ചെലവാക്കാൻ നിങ്ങൾക്ക് ഒരാളുടെയും സമ്മതം വേണ്ട. നിങ്ങൾ ഇതിന് മകനോട് കണക്ക് പറയണ്ട, നിങ്ങൾ ഇതിന് ഭർത്താവിനോട് കണക്ക് പറയണ്ട, നിങ്ങൾ ഇതിന് ഭാര്യയോട് കണക്ക് പറയണ്ട. ഇത് നിങ്ങളുടെ അവസാനത്തെ നാടിയും തളരുന്നത് വരെ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചതിന്, അതിലൂടെ ഈ നാടിന് വേണ്ടി ജീവിച്ചതിന് ഗവൺമെന്റ് നിങ്ങൾക്ക് നൽകുന്ന സമ്മാനമിത. ഒരു ദിവസം 40 രൂപയാണ് കൊടുക്കുന്നത് എന്നോർക്കണം. അത് ഒരു ദിവസം 50 രൂപയാകാൻ വേണ്ടി പോവുകയാണ്. ഇന്ത്യ മഹാരാജ്യത്ത് മറ്റൊരു സ്ഥലത്തും ഇങ്ങനെ പെൻഷൻ കൊടുക്കുന്നത് ചൂണ്ടിക്കാണിക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? 2.25 ലക്ഷത്തിലധികം ആളുകൾക്കാണ് കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ പുതിയ വീടുകൾ വെച്ച് നൽകി അവരുടെ ഗൃഹപ്രവേശം ഉറപ്പാക്കിയത്. 2.25 ലക്ഷത്തിലധികം ആളുകൾക്ക്. ഇതൊരു സർവകാല റെക്കോർഡാണ്. മുമ്പൊക്കെ തദ്ദേശ സ്ഥാപനങ്ങൾ 50,000 75,000 രൂപ കൊടുക്കും, വീടുണ്ടാക്കിയോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തില്ല.
എന്നാൽ ഈ സർക്കാർ 4 ലക്ഷം രൂപ കൊടുത്തു എന്ന് മാത്രമല്ല, ഓരോരുത്തരും വീടുണ്ടാക്കി അതിൽ താമസമാക്കി എന്ന് ഉറപ്പുവരുത്തി 2.25 ലക്ഷം കുടുംബങ്ങൾക്ക്, ഭവനരഹിതർക്ക് വീട് വെച്ചു കൊടുത്ത സർക്കാരിനെതിരായി നിങ്ങൾ എന്തിനു വോട്ട് രേഖപ്പെടുത്തണം? ആ സർക്കാരല്ലേ ഈ നാട്ടിൽ നിൽക്കേണ്ടത്? നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന സ്കൂളുകളിലേക്ക്, ഗവൺമെന്റ് വിദ്യാലയങ്ങളിലേക്ക് ഒന്ന് പോയി നോക്ക്. കഴിഞ്ഞ 5 വർഷം മുമ്പുണ്ടായിരുന്ന സർക്കാർ വിദ്യാലയമാണോ ഇപ്പോ? കോടിക്കണക്കിന് രൂപയുടെ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടായില്ലേ സർക്കാർ വിദ്യാലയങ്ങളിൽ? സ്മാർട്ട് ക്ലാസ് റൂമുകൾ വന്നില്ലേ? സാധാരണക്കാരുടെ മക്കൾക്ക് പഠിക്കാൻ ഇത്രയും ഗംഭീരമായ സൗകര്യം ഇന്ത്യ മഹാരാജ്യത്ത് ഏത് സംസ്ഥാനത്താണ് അവിടുത്തെ സർക്കാരുകൾ ഒരുക്കി കൊടുത്തിട്ടുള്ളത്? ഗവൺമെന്റ് സ്കൂളുകളുടെ മുഖമുദ്രയായിരുന്നു മുമ്പ് തകർന്നടിഞ്ഞ ക്ലാസ് റൂമുകളും പൊട്ടിപ്പൊളിന്റെ ചുമരുകളും വൃത്തിഹീനമായ ചുറ്റുപാടുകളോടെയുള്ള വിദ്യാലയാന്തരീക്ഷവും. എല്ലാം മാറിയില്ലേ? സർക്കാർ വിദ്യാലയങ്ങൾ തിരിച്ചറിയാനാവാത്ത വിധം മാറ്റപ്പെട്ടില്ലേ? കോടിക്കണക്കിന് രൂപയാണ് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും സർക്കാർ നൽകിയത്. എല്ലായിടത്തും പുതിയ കെട്ടിടങ്ങൾ വന്നു. 3 കൊല്ലം കൊണ്ട് 5 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിൽ തിരിച്ചെത്തിയത്. ഈ ഗവൺമെന്റിന്റെ നേട്ടമല്ലാതെ മറ്റെന്താണത്? പണ്ട് കാലത്ത് സർക്കാർ സ്കൂളുകളിലും എയ്ഡഡ് സ്കൂളുകളിലുമെല്ലാം പെൺകുട്ടികൾക്ക് മൂത്രമൊഴിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നോ? എന്റെ വീട്ടിനടുത്തുള്ള ഒരു രക്ഷിതാവിനോട് പെൺകുട്ടിയെ എന്തുകൊണ്ടാണ് സ്കൂളിൽ പറഞ്ഞയക്കാത്തത് എന്ന് ചോദിച്ചപ്പോ, സ്കൂളിൽ പെൺകുട്ടികൾക്ക് മൂത്രമൊഴിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടില്ല, അതുകൊണ്ട് പറഞ്ഞയക്കുന്നില്ല എന്ന് മറുപടി പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. ഇന്ന് സർക്കാർ വിദ്യാലയങ്ങളിൽ മുഴുവൻ 25ഉം 30ഉം ടോയ്ലറ്റുകൾ ഉണ്ടാക്കി നമ്മളുടെ പെൺകുട്ടികൾക്ക് മൂത്രമൊഴിക്കാനുള്ള സൗകര്യങ്ങൾ സംവിധാനിക്കുകയും ഒരുക്കുകയും ചെയ്തില്ലേ? നമ്മളുടെ പെൺകുട്ടികൾ മുമ്പൊക്കെ സ്കൂളിൽ പോകുമ്പോൾ വീട്ടിൽ നിന്ന് മൂത്രമൊഴിച്ചു പോകും. പിന്നെ സ്കൂൾ വിട്ട് വന്ന് വീട്ടിലെത്തിയതിന് ശേഷമാണ് മൂത്രമൊഴിക്കാറുള്ളത്. ആ കാലത്തിന് അറുതിയായില്ലേ? എല്ലാ സർക്കാർ സ്കൂളുകളും അതിഗംഭീരമായി വികസിച്ചില്ലേ? ആരാണ് വികസിപ്പിച്ചത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ, സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്. സർക്കാർ ആശുപത്രികളിലേക്ക് പോയി നോക്കൂ നിങ്ങൾ. ഇക്കാലം അത്രയും സർക്കാർ ആശുപത്രികൾ ഉച്ചവരെ പ്രവർത്തിച്ചിരുന്നുള്ളൂ. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം എല്ലാ ഗവൺമെന്റ് പ്രൈമറി ഹെൽത്ത് സെന്ററുകളും വൈകുന്നേരം 6 മണി വരെ പ്രവർത്തിക്കാൻ തുടങ്ങിയില്ലേ? ഉച്ചക്ക് പൂട്ടിപ്പോയിരുന്ന സർക്കാർ ആശുപത്രികൾ വൈകുന്നേരം 6 മണി വരെ പ്രവർത്തിപ്പിക്കാൻ വേണ്ടി തുടങ്ങിയത് ഈ ഗവൺമെന്റിന്റെ ഇടപെടലിനെ തുടർന്നാണ്. ഉച്ചയ്ക്ക് ശേഷം പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ ഒരു ഡോക്ടറെയും ഒരു പാരാമെഡിക്കൽ സ്റ്റാഫിനെയും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നിയമിക്കാനുള്ള ഉത്തരവ് നൽകിയത്, ആ ഫയലിൽ ഒപ്പുവെച്ചത് ഈ വിനീതൻ തദ്ദേശ വകുപ്പിന്റെ ചുമതല വഹിച്ചിരുന്ന സമയത്താണ്. എനിക്കതിൽ വലിയ അഭിമാനം തോന്നുന്നു. ഇതിനപ്പുറം എന്താണ് ഒരു സർക്കാർ ചെയ്യേണ്ടത്? വികസന പ്രവർത്തനങ്ങൾ എങ്ങും എവിടെയും എല്ലാ മേഖലകളിലും കൊണ്ടുവരുന്നതിന് വേണ്ടി ഗവൺമെന്റ് ശ്രമിച്ചു. അപ്പോഴാണ് അപവാദ പ്രചരണങ്ങളും കള്ള പ്രചാരവേലകളും സർക്കാരിനെതിരായി ഇവിടുത്തെ ചാനലുകളും പത്രങ്ങളും കോൺഗ്രസും ലീഗും BJPയും ഒരുമിച്ച് നിന്ന് തൊടുത്തുവിട്ടത്. എന്തൊക്കെ കള്ളപ്രചരണങ്ങളായിരുന്നു നടന്നത്! മുഖ്യമന്ത്രിയെ കുറിച്ച്, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച്, മന്ത്രിമാരെ കുറിച്ച്, എന്തല്ല! ഈ വിനീതനെ കുറിച്ച് പോലും എന്തൊക്കെ പറഞ്ഞു! ചാനലുകളും പത്രങ്ങളും പറഞ്ഞതിന് കയ്യും കണക്കുമുണ്ടോ? മന്ത്രി ജലീലിന് രാവിലെ അറസ്റ്റ് ചെയ്യും, ഉച്ചക്ക് അറസ്റ്റ് ചെയ്യും, വൈകുന്നേരം ആവൂല, നേരം വെളുക്കൂല. വിശുദ്ധ ഖുർആന്റെ മറവിൽ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തി ഞാൻ എന്നാണ് ഇവിടെ പ്രചരിപ്പിച്ചത്. ഇവിടുത്തെ പത്രമാധ്യമങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ലീഗും കോൺഗ്രസും അതുപോലെ തന്നെ BJPയും പ്രചാരണങ്ങൾ നടത്തിയത് നിങ്ങൾക്കറിയുമോ? എന്റെ ഭാര്യയും 2 പെൺകുട്ടികളും ഉൾപ്പെടെ 3 സ്ത്രീകളുള്ള വീടാണ് എന്റെ. ആ എന്റെ വീട്ടിൽ ഒരു തരി സ്വർണമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്റെ ഭാര്യയുടെ കാതിൽ കിടക്കുന്ന പറ്റ് ചെമ്പിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ആരാണ് വിശ്വസിക്കുക?
എന്റെ മകൾ പുതുവെണ്ണായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോ കേവലം 6000 രൂപയുടെ മുത്തുമാലകളായിരുന്നു അണിഞ്ഞിരുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളിൽ ആർക്കാണ് വിശ്വാസം ഉണ്ടാവുക? എന്നെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ ഖുർആന്റെ മറവിൽ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തി എന്ന്. സാധാരണ മുസ്ലിം കുടുംബങ്ങളിൽ പുതിയാപ്പിള പുതിയെണ്ണിന് മഹറായിട്ട് വിവാഹ മൂല്യമായിട്ട് കൊടുക്കാതെ സ്വർണത്തിന്റെ ഒരു ആഭരണമാണ്. എന്റെ മരുമകൻ എന്റെ മകൾക്ക് വിവാഹ മൂല്യമായിട്ട് മഹറായിട്ട് കൊടുത്തത് വിശുദ്ധ ഖുർആന്റെ ഒരു കോപ്പിയാണ്. സ്വർണം വേണ്ട എന്ന് തീരുമാനിച്ച ഒരു കുടുംബമാണ് ഞങ്ങളുടെ. അങ്ങനെയുള്ള എന്നെ കുറിച്ചാണ് ലീഗുകാർ പറഞ്ഞ് പ്രചരിപ്പിച്ചത് ഖുർആന്റെ മറവിൽ ഞാൻ സ്വർണ്ണ കള്ളക്കടത്ത് നടത്തിയെന്ന്. അതുകൊണ്ട് തീർന്നോ? പരാതി കൊടുത്തില്ലേ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിന്? എന്റെ കയ്യിൽ കള്ളപ്പണമുണ്ട്, ഞാൻ അവിഹിതമായി സമ്പാദിച്ചിട്ടുണ്ട്, അന്വേഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 3 അന്വേഷണ ഏജൻസികളാണ് വന്ന് എന്റെ തലക്ക് ചുറ്റും വട്ടമിട്ട് പറന്നന്വേഷിച്ചത്, അരിപ്പ് കൊണ്ട് അഴിച്ചു നോക്കിയത്, ഭൂതക്കണ്ണാടി വെച്ച് സൂക്ഷ്മ നിരീക്ഷണം നടത്തി നോക്കി. അവര് എന്തൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട് എന്ന് അവർ പരിശോധിച്ചു. അവസാനം ഈടി കണ്ടെത്തിയത് എന്താണ്? 19 കൊല്ലം മുൻപ് ഞാൻ വാങ്ങിയ 19 സെന്റ് സ്ഥലവും അതിൽ 2200 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു സാധാരണ വീടുമല്ലാതെ ഈ ഭൂമി ലോകത്ത് എനിക്കോ എന്റെ ഭാര്യക്കോ എന്റെ മക്കൾക്കോ മറ്റൊരു സമ്പാദ്യവും മറ്റൊരു സ്വത്ത് വകകളും ഇല്ല എന്നല്ലേ. ഞങ്ങളുടെ കഴിഞ്ഞ 20 കൊല്ലത്തെ ബാങ്ക് അക്കൗണ്ടുകൾ ഇടി പരിശോധിച്ചു. എന്റെ ഭാര്യയുടെ എന്റെ മക്കളുടെ ആ അക്കൗണ്ടുകളിലേക്ക് വന്ന പണം പരിശോധിച്ചു. അക്കൗണ്ടിൽ നിന്ന് തിരിച്ചുപോയ പണം പരിശോധിച്ചു. ഒരു തലനാരിഴക്കെങ്കിലും എന്തെങ്കിലും ഒരു അപാകത കണ്ടെത്താൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിക്ക് സാധിച്ചോ? ഒരു ചെറിയ മിസ്റ്റേക്ക് എന്റെ അടുത്ത് കണ്ടിരുന്നു എങ്കിൽ എന്റെ കഴുത്തിൽ അവർ കുരുക്ക് മുറുക്കുമായിരുന്നില്ലേ? ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല കൂട്ടരെ, ഒന്നും. സാധാരണ ഏത് മനുഷ്യരുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചാലും എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്കെങ്കിലും കണ്ടെത്താൻ പറ്റും. നമ്മളുടെ അക്കൗണ്ടിലേക്ക് പണം അയച്ചത്, നമ്മൾ നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പണം തിരിച്ചയച്ചത്, 10 രൂപയെങ്കിലും അനധികൃതമായി ടാക്സ് കൊടുക്കാത്തത് ഏതൊരാളുടെ അക്കൗണ്ടിലും ഉണ്ടാകും. അങ്ങനെ പോലും ഒരു ചില്ലി പൈസ എന്റെ ബാങ്ക് അക്കൗണ്ടിലോ എന്റെ ഭാര്യയുടെ ബാങ്ക് അക്കൗണ്ടിലോ എന്റെ മക്കളുടെ ബാങ്ക് അക്കൗണ്ടിലോ കണ്ടെത്താൻ സാധിച്ചു. എന്റെ വീട്ടിലെ മുഴുവൻ സാധനങ്ങളുടെയും കണക്കെടുപ്പ് നടത്തി ഇഡി. എന്തൊക്കെ സാധനങ്ങൾ? എന്റെ ഇഡിയും അതുപോലെ തന്നെ കസ്റ്റംസും NIA-യും അന്വേഷിച്ചിട്ട് ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല. ഇപ്പോ ചാനലുകൾക്ക് അതൊന്നും ഒരു വിഷയമേ അല്ല. ഇപ്പൊ പത്രങ്ങൾ ഒന്നും പറയുന്നില്ല. കള്ളപ്രചാരവേലകളാണ് അവർ ഈ സർക്കാരിനെതിരെ നടത്തുന്നത് എന്നുള്ളതിന് ഇതിൽ പരം തെളിവ് നിങ്ങൾക്ക് വേണം. എന്തൊക്കെയായിരുന്നു പത്രങ്ങൾ പറഞ്ഞിരുന്നത്, ലീഗിന്റെ സുഹൃത്തുക്കൾ പ്രചരിപ്പിച്ചിരുന്നത്? കുരുക്ക് മുറുകുന്നു. എന്തെന്നിട്ട് മുറുകാതിരുന്നത്? എടോ, നിങ്ങൾ എത്ര മുറുക്കിയാലും ആ മുറുക്കുന്ന കയറ് പൊട്ടുക എന്നല്ലാതെ എന്റെ ഒരു ലോകത്തിൽ തൊടാൻ സാധിക്കില്ല. ഇത്രയും ചെങ്കുറ്റത്തോടുകൂടി പറയാൻ കഴിയുന്നത് പാലുളി മുഹമ്മദ് കുട്ടിയെ പോലെയുള്ള മഹാരഥന്മാരുടെ ജീവിത വഴി അത് സസൂക്ഷ്മം നിരീക്ഷിച്ച് ജീവിക്കാൻ ശ്രമിച്ചതുകൊണ്ടാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ അതീവ സൂക്ഷ്മത പുലർത്താൻ ലീഗിലായിരുന്ന കാലത്തും ശ്രമിച്ചിട്ടുണ്ട്. ലീഗിന് പുറത്തു വന്നപ്പോൾ അതേക്കാൾ അധികം പരിശ്രമിച്ചിട്ടുണ്ട്. എന്നെ കൂട്ടിലാക്കാൻ വേണ്ടി നടന്ന, എന്നെ ജയിലിലടക്കാൻ വേണ്ടി നടന്ന ലീഗിന്റെ സുഹൃത്തുക്കളുടെ സ്ഥിതി ഇപ്പോ എന്താണ്? ഖുർആന്റെ മറവിൽ ഞാൻ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയെന്ന് ആക്ഷേപിച്ച മുസ്ലിം ലീഗിന്റെ സ്നേഹിതന്മാർ സ്വന്തത്തിലേക്കൊന്ന് നോക്കണം. ലീഗിന്റെ MLA-യും ലീഗിന്റെ നേതാവുമായിട്ടുള്ള MC കമറുദ്ദീൻ ഇപ്പൊ എവിടെയാണ്? വീട്ടിലുണ്ടോ അദ്ദേഹം? അദ്ദേഹം വീട്ടിലില്ല, കണ്ണൂർ സെൻട്രൽ ജയിലിലാണ്. എന്തിനാണ് MC കമറുദ്ദീനെ കണ്ണൂർ സെൻട്രൽ ജയിലിലാക്കിയത്?
ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടാണ്. ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകി എന്നുള്ളതിന്റെ പേരിലാണോ MC ഖമറുദ്ദീൻ എന്ന ലീഗിന്റെ നേതാവിനെ കണ്ണൂർ സെൻട്രൽ ജയിലിലിട്ടത്? സ്വർണ്ണ ബിസിനസ് നടത്തി പാവപ്പെട്ട മനുഷ്യരെ പറ്റിച്ചു, വഞ്ചിച്ചു, അവരെ നിരാലംബരാക്കി എന്നുള്ളതിന്റെ പേരിലല്ലേ? MC ഖമറുദ്ദീൻ ആഴ്ചകളായിട്ട്, മാസങ്ങൾ പിന്നിട്ടു, കണ്ണൂർ സെൻട്രൽ ജയിലിലാണ്. അപ്പൊ പറഞ്ഞു രാഷ്ട്രീയ വിരോധമാണ്. ഏതോ രാഷ്ട്രീയ വിരോധം കൊണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്താൽ 2-ാം ദിവസം കോടതിയിൽ പോയാൽ കോടതി ജാമ്യം കൊടുക്കില്ല. ജാമ്യം കൊടുക്കും. MC ഖമറുദ്ദീൻ എന്താണ് കീഴ്ക്കോടതിയും ഹൈക്കോടതിയും ജാമ്യം കൊടുക്കാത്തത്? ഖമറുദ്ദീൻ ചെയ്തത് അത്ര വലിയ തട്ടിപ്പും തരികിടയും പറ്റിപ്പുമാണ് എന്ന് കോടതിക്ക് ബോധ്യമുള്ളതുകൊണ്ട് അതുകൊണ്ട് തീർന്നു. മുസ്ലിം ലീഗിന്റെ മുൻ മന്ത്രി ഇബ്രാഹിം കുഞ്ഞ് പാലാരിവട്ടം പാലം അണ്ണാക്ക് തൊടാതെ വിഴുങ്ങി കോടികൾ മുക്കിയതിനല്ലേ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായത്? അദ്ദേഹം ക്യാൻസർ രോഗത്തിന് ചികിത്സയിലാണ് ആശുപത്രി. അതുകൊണ്ട് ആ ആശുപത്രിയിൽ അദ്ദേഹം കിടക്കുന്ന റൂം ജയിലാക്കി മാറ്റി. കേരളത്തിന്റെ ചരിത്രത്തിൽ നിങ്ങൾ കേട്ടോ ഇങ്ങനെ? ഇത് രാഷ്ട്രീയ പകപോക്കലാണോ? പകപോക്കലായിരുന്നു എങ്കിൽ കോടതിയുടെ വരാന്തയിൽ നിന്ന് ജാമ്യം കിട്ടുമായിരുന്നില്ലേ ഇബ്രാഹിം കുഞ്ഞിന്? ക്യാൻസർ രോഗത്തിന് ചികിത്സിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പോലും ചികിത്സ നടക്കട്ടെ, ജയിൽവാസം തുടരട്ടെ എന്നാണ് കോടതി പറഞ്ഞത്. സത്യമുള്ളതുകൊണ്ടല്ലേ? മുസ്ലിം ലീഗിന്റെ മറ്റൊരു നേതാവ് തന്റെ സ്വന്തം നിയോജക മണ്ഡലത്തിലെ ഒരു സ്കൂളിന് ഹയർ സെക്കൻഡറി വാങ്ങിക്കൊടുത്തു എന്നുള്ളതിന്റെ പേരിൽ 25 ലക്ഷം കോഴ വാങ്ങി. അതോടൊപ്പം അനധികൃത സമ്പാദ്യം ഉപയോഗിച്ച് വലിയ മണിമാളിക പണിതു എന്നുള്ളതിന്റെ പേരിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കുള്ള വഴിയിലല്ലേ? തലശ്ശേരി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഏതാനും ദിവസത്തിനുള്ളിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തും. ഏതാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പാർട്ടി എന്നറിയുമോ നിങ്ങൾക്ക്? 1967 2-ാം EMS മന്ത്രിസഭയിൽ മഹാനായ CH മുഹമ്മദ് കോയ സാഹിബും അഹമ്മദ് ഗുരിക്കളും അംഗങ്ങളായി. ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിം ലീഗ് കേരളത്തിൽ ഭരണ പങ്കാളിത്തത്തിൽ വന്ന കാലം. ആ 2 മന്ത്രിമാർക്കും വടകരയിൽ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ ഒരു വലിയ സ്വീകരണം ഒരുക്കി. ആ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് CH സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ച വാക്കുകൾ ഇന്നും പഴയ മുസ്ലിം ലീഗുകാരന്റെ ചെവിയിൽ പ്രകമ്പനം കൊള്ളുന്നുണ്ടാകും. എന്തായിരുന്നു അന്ന് CH പറഞ്ഞത്? വടകരയിൽ തടിച്ചുകൂടിയ 10,000-കണക്കിന് മനുഷ്യരെ സാക്ഷിയാക്കി CH പ്രഖ്യാപിച്ചു, ഹേ മാന്യ മഹാജനങ്ങളെ, ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ കഴിവുകെട്ടവർ എന്ന് കേട്ടേക്കും, ഞങ്ങളെക്കുറിച്ച് നിങ്ങൾ പ്രാപ്തന്മാർ അല്ലാത്തവർ എന്ന് കേട്ടേക്കും, പക്ഷേ ഞങ്ങളെക്കുറിച്ച് ഒരിക്കലും നിങ്ങൾ അഴിമതിക്കാരെന്നോ പറ്റിപ്പുകാരെന്നോ തട്ടിപ്പുകാരെന്നോ കേൾക്കേണ്ടി വരില്ല. ആ CHന്റെ വാക്കുകളല്ലേ പുതിയ ലീഗിലെ പുത്തൻ കൂറ്റുകാരായ നേതാക്കന്മാർ കളഞ്ഞു കുടിച്ചത്? ഞാൻ CHന്റെ വാക്കുകൾ അർത്ഥത്തിലും വാക്കിലും അതിന്റെ സ്പിരിറ്റിലും ഇന്നും ജീവിതത്തിൽ പുലർത്താൻ വേണ്ടി നോക്കുന്നു. അതുകൊണ്ടാണോ 3 അന്വേഷണ ഏജൻസികൾ എനിക്കെതിരെ വട്ടമിട്ട് പറന്ന് നോക്കിയിട്ട് ഒരു തരിമ്പും കിട്ടാതിരുന്നത്? എന്താണ് പ്രവാചകൻ മുഹമ്മദ് നബി ഒരിക്കൽ പറഞ്ഞത്? പ്രവാചകനോട് ചോദിച്ചു, അല്ലയോ പ്രവാചകനെ, എങ്ങനെയാണ് ഞങ്ങൾ ഒരു മുസ്ലിമിനെ തിരിച്ചറിയുക? അപ്പൊ പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ അയാൾ നമസ്കരിക്കുന്നുണ്ടോ എന്ന് നോക്കണമെന്നല്ല, അയാൾ നോമ്പനുഷ്ഠിക്കുന്നുണ്ടോ ഹജ്ജ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം എന്നല്ല. മുഹമ്മദ് നബി പറഞ്ഞത്, നിങ്ങൾ ഒരാളുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തി നോക്കുക, അപ്പോഴറിയാം അയാൾ ഒരു മുസ്ലിമാണോ അല്ലയോ എന്ന്. സാമ്പത്തിക കാര്യങ്ങളിലെ സത്യസന്ധതയാണ് ഏറ്റവും വലിയ സ്വഭാവ ഗുണം എന്ന് പഠിപ്പിച്ച പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നബിയുടെ അനുയായികളെന്ന് അവകാശപ്പെടുന്നവർ സാമ്പത്തിക ജീവിതത്തിൽ കാണിക്കുന്ന അച്ചടക്കമില്ലായ്മ, ആളുകളെ പറ്റിക്കുകയും വഞ്ചിക്കുകയും ചെയ്യുന്നത്, അഴിമതി നടത്തുന്നത് മുഖമുദ്രയാക്കിയത് എങ്ങനെയാണ് അംഗീകരിക്കാൻ വേണ്ടി കഴിയുക?
പ്രിയപ്പെട്ടവരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരും ഈ നാടിന്റെ ദുരന്തങ്ങളും ദുരിതങ്ങളും ഇല്ലാതാക്കുവാൻ വേണ്ടി ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന സർക്കാരാണ്. ആ സർക്കാരിനെ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തണം. ഈ സർക്കാരിനെ നിങ്ങൾ വോട്ട് രേഖപ്പെടുത്തിയില്ലെങ്കിൽ അതായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാപരാധം എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ഈ വിലപ്പെട്ട സമയം ഉപയോഗപ്പെടുത്തുകയാണ്. ഇവിടെ ഈ ഗ്രാമപഞ്ചായത്തിൽ കുറെ കാലമായി ഒരു പാർട്ടിയും ഒരു മുന്നണിയും ഭരിക്കുന്നു. ഒരു പാർട്ടിയും ഒരു മുന്നണിയും ഒരുപാട് കാലം ഭരിക്കുമ്പോൾ ഒരുപാട് ദൂഷ്യങ്ങൾ ആ പ്രദേശത്തുണ്ടാകും എന്നുള്ളതിൽ തർക്കമില്ല. ആ പ്രദേശത്ത് പല സ്ഥലങ്ങളിലേക്കും വികസനം കടന്നു ചെല്ലില്ല. കാരണം ഇവര് പറയും അവിടെ മറ്റവനാണ് താമസിക്കുന്നത്, അവിടെ മറ്റേ സമുദായക്കാരനാണ്, അവിടെ ഇന്ന ജാതിക്കാരനാണ്, അതുകൊണ്ട് അങ്ങോട്ട് റോഡ് വേണ്ട, അങ്ങോട്ട് പാലം വേണ്ട, അത് നമ്മളുടെ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണ്, അങ്ങോട്ട് പാലമാകാം, റോഡാകാം. ഈ പഞ്ചായത്തിന്റെ പല പ്രദേശങ്ങളിലും വികസനം ഇനിയും എത്തപ്പെട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് വികസനം കടന്നിട്ടില്ലാത്തത്? അവഗണന കൊണ്ട്. ആ അവഗണനയ്ക്ക് അറുതി ഉണ്ടാവണം. അതിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ ഈ ഗ്രാമപഞ്ചായത്തിൽ ജയിക്കണം.